നമസ്കാരം. AAP നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അതിഷിയെ ഡൽഹി നിയമസഭ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതോടെ ഡൽഹി നിയമസഭയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവാവുകയാണ് അതിഷി മർലേന. ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗത്തിലാണ് അതിഷിയെ പ്രതിപക്ഷ നേതാവായി സംയുക്തമായി തിരഞ്ഞെടുത്തത്. AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ 22 പാർട്ടി MLA-മാരും യോഗത്തിൽ പങ്കെടുത്തു. ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യ വനിത കൂടിയാണ് അതിഷി. സഞ്ജീവ് ഝാ MLA-യാണ് അതിഷിയുടെ പേര് യോഗത്തിൽ നിർദ്ദേശിച്ചത്. BJP അധികാരമേറ്റതിനു ശേഷം തിങ്കളാഴ്ചയാണ് സഭ ആദ്യമായി സമ്മേളിക്കുക. മുൻ ആം ആദ്മി സർക്കാരിനെതിരെ CAG റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ സമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിത ആകുന്നത് ആദ്യമാണ്. BJPയുടെ രേഖാ ഗുപ്തയാണ് വനിതാ മുഖ്യമന്ത്രി. എന്നിൽ വിശ്വാസമർപ്പിച്ചതിന് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും നിയമസഭാ പാർട്ടിക്ക് നന്ദി എന്നാണ് അതിഷി പ്രതികരിച്ചത്. ദക്ഷിണ ഡൽഹിയിലെ കൽക്കാജി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അതിഷി നിയമസഭയിലെത്തിയത്. 70 അംഗ നിയമസഭയിൽ 48 സീറ്റുകൾ നേടിയാണ് BJP ഡൽഹിയിൽ അധികാരം പിടിച്ചെടുത്തത്. AAPക്ക് 22 സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ അടക്കമുള്ള പാർട്ടികളുടെ ഉന്നത നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു. കോൺഗ്രസിന് ഇത്തവണയും ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല. നീണ്ട 27 വർഷത്തിനു ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരം തിരിച്ചുപിടിക്കുന്നത്. ഇന്നത്തെ സമ്മേളനത്തിൽ സ്പീക്കറെയും തിരഞ്ഞെടുക്കും. BJP നേതാവ് വിജേന്ദർ ഗുപ്തയെ സ്പീക്കറായി നാമനിർദ്ദേശം നേരത്തെ ചെയ്തിട്ടുണ്ട്. അരവിന്ദ് സിംഗ് ലവി ആയിരിക്കും പ്രോ ടൈം സ്പീക്കർ. ചൊവ്വാഴ്ചയായിരിക്കും AAP സർക്കാരിനെതിരായ CAG റിപ്പോർട്ട് അവതരിപ്പിക്കുക. മദ്യനയ അഴിമതി, കെജ്രിവാളിന്റെ വീട് നവീകരിച്ചതിലെ ക്രമക്കേടുകൾ, വിദ്യാഭ്യാസ നയത്തിലെ പരിമിതികൾ എന്നിവയാണ് റിപ്പോർട്ടിലെ പ്രധാന വിഷയങ്ങൾ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.